സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇന്ന് എന്താണെന്നറിയില്ല, വളരെ സന്തോഷം നൽകിയൊരു ദിവസമാണ്. കാരണം കഴിഞ്ഞ ആഴ്ച സഞ്ജു സാംസനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണവും അത് എങ്ങനെയാണ് ഒരു ഒറ്റപ്പെടലിലേക്ക് അതിജീവിക്കുന്നത് എന്നെല്ലാം കാണിച്ചുകൊണ്ട് ഉള്ള ഒരു വീഡിയോ ആണ് ചെയ്തത്. ഒത്തിരിയേറെ ആളുകൾ കണ്ടു, ഒത്തിരിയേറെ നല്ല പോസിറ്റീവ് റെസ്പോൺസൊക്കെ ലഭിച്ചു. നിങ്ങളുടെ എൻകറേജ്മെൻറ്റിനെല്ലാം ഒത്തിരി സന്തോഷത്തോടെ നന്ദി പറയുന്നു. അതോടൊപ്പം ഇന്ന് സഞ്ജു സാംസനെ കുറിച്ച് തന്നെയാണ് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ 2020 വേൾഡ് കപ്പ് നേടി നിൽക്കുന്ന ഈ അവസരത്തിൽ എന്തുകൊണ്ടും എടുത്തു പറയേണ്ട വ്യക്തി സഞ്ജു സാംസൺ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, സഞ്ജു സാംസണിൻ്റെ ഒരു ഫാനാണെന്ന് കൂടി വേണമെങ്കിൽ പറയാം. കാരണം സഞ്ജു ഔട്ടായി കഴിഞ്ഞാൽ കളി കാണാതെ ഇറങ്ങിപ്പോകുന്ന ശീലമൊക്കെ എനിക്ക് പണ്ട് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ വിജയം എന്തോ നമ്മുടെ എല്ലാവരുടെയും വിജയം എന്ന രീതിയിലാണ് ഞാൻ കാണുക. ഇന്ന് സഞ്ജു സാംസൺ എന്ന വ്യക്തിയെ ഞാൻ കൂടുതലായിട്ട് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിലൂടെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കാരണം നമ്മൾ കണ്ടു കാണും, ഞാൻ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ സഞ്ജു കുരിശ് വരയ്ക്കുന്ന ചിത്രമോ അങ്ങനെയൊന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് കഴിഞ്ഞ ആ 3 കളികൾ എങ്ങനെയാണ് സഞ്ജു പെർഫോം ചെയ്തത്, അവസാനം ആ മാൻ ഓഫ് ദ സീരീസ് മേടിച്ചതിന് ശേഷം ആ സമ്മേളനത്തിൽ പറയുന്ന വാക്കുകളുണ്ട്. ദൈവത്തിൻ്റെ ഒരു പദ്ധതി, അതിനു വേണ്ടിയാണ് ഇതെല്ലാം. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ നിന്ന് എല്ലാം അവസാനിച്ചു എന്നത് ഓർത്ത നിമിഷത്തിൽ അപ്രതീക്ഷിതമായിട്ട് ടീമിലേക്ക് വീണ്ടും തിരിച്ച് വരികയും പിന്നീട് ടീമിൽ നിന്ന് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത വിധത്തിലേക്ക് അദ്ദേഹം ആ ടീമിൻ്റെ ഭാഗമായി തീരുകയും ചെയ്തു. മാത്രമല്ല, ഒരുപക്ഷെ ഇന്ന് എല്ലാവരും തുറന്നു പറയുന്ന ഒരു കാര്യം, സഞ്ജു ഒരാൾ കൊണ്ടാണ് ഇന്ത്യ വിജയിച്ചത്. സഞ്ജു സാംസണിലൂടെയാണ് നമുക്കിന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ നേടുവാൻ സാധിച്ചത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. കാരണം അദ്ദേഹം ഒരു പാഠം തന്നെയാണ്. തീർച്ചയായും പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് പറഞ്ഞ പോലെ ഇന്ത്യൻ ടീമിൽ അവഹേളനം ഏറ്റുവാങ്ങിയ, ഒറ്റപ്പെടൽ ഏറ്റുവാങ്ങിയ, പലപ്പോഴും തരം താഴ്ത്തപ്പെട്ട, എന്തിന് 11 വർഷത്തെ ക്രിക്കറ്റിംഗ് കരിയറിൽ അർഹതപ്പെട്ട ഒരു സ്ഥാനവും ലഭിക്കാതിരുന്ന ഒരു വ്യക്തി. കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പ് ടീമിലുണ്ടായിരുന്നു, പക്ഷേ ഒരു മത്സരം പോലും കളിക്കാൻ കിട്ടിയില്ല. ഈ തവണ ടീമിൻ്റെ അവിഭാജ്യ ഘടകമായി തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ഗില്ലിന് പകരം ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് കടന്നു വന്നു. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിൽ അധിക പരാജയമായിട്ട് മാറി. അങ്ങനെ ടീമിലുള്ള സ്ഥാനം പോലും നഷ്ടപ്പെട്ടു. എന്തിന്, ഗ്ലൗസ് അണിഞ്ഞുകൊണ്ടിരുന്ന ആ കൈകളിൽ നിന്ന് ഗ്ലൗസ് പോലും ഊരി മാറ്റപ്പെട്ട ആ നിമിഷത്തിൽ തകർന്നടിഞ്ഞ ഒരു ഹൃദയത്തോടെ ആ വ്യക്തി ഇരുന്നതാണ്. പക്ഷേ ഇനി ഇത് എൻ്റെ വിധി എന്ന് കരുതി ഒന്നിനും പരാതി പറയാതെ എല്ലാം ഏറ്റെടുക്കാൻ റെഡിയായിട്ട് അതായിരുന്നു. പക്ഷേ തന്നേക്കാൾ ഉപരി ടീമിന് വലിയ സ്ഥാനം നൽകിയ ആ വ്യക്തി എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖത്തോടെയാണ് അവിടെ ഇരുന്നത്. പല അവസരങ്ങളിലും പിരിമുറുക്കം അനുഭവിച്ചു. പക്ഷേ ടീമിന് ഏത് ആവശ്യത്തിനും കൂടെ ഉണ്ടാകാൻ അദ്ദേഹം തയ്യാറായിരുന്നു. എന്താണോ ടീം എന്നോട് ആവശ്യപ്പെടുന്നത് അത് ഞാൻ ചെയ്യാൻ റെഡിയാണ്. ഇനി ഒരു കുപ്പി വെള്ളം എടുത്തു കൊടുക്കാനാകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് സഹായിക്കാനാകട്ടെ, എന്തിനും ഞാൻ റെഡിയാണ്. അല്ലെങ്കിൽ കോച്ച് പറയുന്ന ഒരു സന്ദേശം അവരിലേക്ക് എത്തിക്കാനാകട്ടെ, എല്ലാ കാര്യത്തിലും റെഡിയായിട്ട് ടീമിന് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തി. പക്ഷേ എത്ര സന്തോഷം പകരുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ നമുക്കെല്ലാവർക്കും. പ്രത്യേകിച്ച് ഇന്ത്യ വേൾഡ് കപ്പ് നേടി, അതും തുടർച്ചയായി നേടുന്ന ആദ്യത്തെ രാജ്യമായിട്ട് മാറി. അതെല്ലാം പറയുമ്പോൾ വെറും 5 മാച്ച് കൊണ്ട് തലവരം വരെ മാറിപ്പോയ ഒരു വ്യക്തി, അത് സഞ്ജു സാംസൺ തന്നെയാണ്. ഒരിക്കലും അഹങ്കരിക്കാതെ ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്, ദൈവമാണ് എന്നെ ശക്തിപ്പെടുത്തുന്നത് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തി. തീർച്ചയായും ഇതുപോലെയുള്ളവരല്ലേ നമുക്കും റോൾ മോഡലാക്കാൻ പറ്റുന്നത്. തീർച്ചയായും അതൊരു പാഠമാണ്. കാരണം ടീമിൽ ഇതെല്ലാം പ്രതീക്ഷിച്ച് ഞാൻ 11 ഉണ്ടാകുമെന്ന ആ ഉറപ്പോടെ ഇരുന്ന വ്യക്തി പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാതെ ടീമിൻ്റെ ഭാഗം പോലും അല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറും. ആരാണെങ്കിലും തളർന്നു പോകേണ്ട നിമിഷങ്ങളാണ്. പക്ഷേ അവിടെ ഒന്നും തളരാതെ ക്ഷമയോടെ കാത്തിരുന്നു. എന്തിനു വേണ്ടി? തൻ്റെ അവസരത്തിന് വേണ്ടി. ആ അവസരം മുതലെടുക്കുവാൻ അദ്ദേഹം ഇരു കൈകളും നീട്ടി കാത്തിരിക്കുകയായിരുന്നു. അത് കിട്ടിയപ്പോൾ തൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് തിരുത്തുവാൻ തയ്യാറായ ഒരു വ്യക്തിയാണ് നമ്മൾ കാണുക. പല മുൻ താരങ്ങളും വളരെ ശക്തമായി തന്നെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവൻ എന്താണ് കിട്ടുന്ന അവസരം പോലും നശിപ്പിച്ച് കളയുകയല്ലേ, ഇവൻ ടീമിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്, ഇതുപോലെയുള്ള ഒരാളെ ആവശ്യമില്ല, അങ്ങനെയുള്ള പല രീതിയിലും എന്തിന് കൂട്ടുകാരൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചാഹൽ പോലും അവസരം പറഞ്ഞു സഞ്ജുവിനെ ടീമിൽ നിന്ന് ഒഴിവാക്കൂ. കാരണം ഇനിയും അവസരങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത്? കാരണം നിരന്തരം പരാജയപ്പെടുന്നു, നിരന്തരം ടീമിലേക്ക് വരുന്നു, 1-2 കളി കഴിഞ്ഞ് വീണ്ടും പുറത്താകുന്നൊരവസ്ഥ. ഇനിയും അവസരങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരിയേറെ പേര് കൂടെ നിൽക്കാനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു, ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടി സഞ്ജു സാംസൺ നിലകൊണ്ടു. അതിൻ്റെ ഫലമാണ്
നമ്മൾ 2020 വേൾഡ് കപ്പിൽ കണ്ടതും അത് അനുഭവിച്ചു. പ്രിയമുള്ളവരെ, ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ ഒന്നാണ്. പ്രതീക്ഷയോടെ കാത്തിരുന്നാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിച്ചാൽ, സഞ്ജു സാംസൺ അവസാനം മാൻ ഓഫ് ദ സീരീസ് ആയപ്പോഴും പറയുന്നുണ്ട്, ഞാൻ വിഷ്വലൈസ് ചെയ്യുമായിരുന്നു ഈ ഒരു മൂവ്മെൻറ്റിന് വേണ്ടി. കാരണം എൻ്റെ ജീവിതത്തിൽ ഇന്ത്യക്ക് വേണ്ടി, തൻ്റെ ടീമിന് വേണ്ടി പരമാവധി കഴിവ് ഞാൻ പുറത്തെടുത്തു എന്ന് അറിയുന്ന ആ നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നുവെന്ന്. അത് സംഭവിച്ചപ്പോൾ അതേ ആദ്യം നന്ദി പറഞ്ഞത് ദൈവത്തിന്. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രതീക്ഷ കൈവിട്ട നിമിഷങ്ങളുണ്ടാകും. പക്ഷേ ക്ഷമയോടെ കാത്തിരുന്നാൽ ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയെപ്പോലെ നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും. നമ്മളും ദൈവത്തിന് നന്ദി പറയാൻ സാധിക്കും. ആ നന്ദി പറച്ചിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് അഹങ്കരിക്കാതെ ഇതെല്ലാം ദൈവമാണ് നടത്തിയത് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് നന്ദി പറയാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ സഞ്ജു സാംസനെ പോലെ നമ്മളും വാനോളം ഉയർത്തപ്പെടും. പക്ഷേ ഇനിയും ഒത്തിരിയേറെ താഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം, സഞ്ജുവിൻ്റെ ജീവിതത്തിലും സംഭവിക്കാം. പക്ഷേ അതെല്ലാം ഒരു പാഠമാണ്. പാഠം നമ്മൾ ഏറ്റെടുത്താൽ, അതിനനുസരിച്ച് നമ്മളെ തന്നെ ക്രമീകരിച്ചാൽ തീർച്ചയായും ഉയർത്തുന്നവൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും. ആ ഒരു പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.